ഹലോ ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇത് ചിക്കൻ ഈ രീതിയിലാണ് കട്ട് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ചിക്കൻ എങ്ങനെ ഭംഗിയായി ക്ലീൻ ചെയ്തെടുക്കാം, അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കോഴിയുടെ തൂവലും പിന്നെ ഈ നാര് പോലെ ഇരിക്കുന്നതും ഒക്കെ അങ്ങ് എടുത്ത് കളയണം. കഴിവതും നമ്മൾ കൊഴുപ്പെടുക്കരുത്. ഈ ചിക്കനിലെ ബ്ലഡ് കട്ടി പിടിച്ചിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയുന്നത് നന്നായിരിക്കും. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കറി വെക്കുമ്പോഴേ ആ ചിക്കൻ്റെ ഒരു വല്ലാത്തൊരു സ്മെല്ല് വരില്ല. അപ്പോഴേ ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്തിരിക്കുന്നത് കൂടുതലും കഴുത്തിൻ്റെ ഭാഗത്തായിരിക്കും. അപ്പോൾ അവിടെ ഒരു ചെറിയ പീസ് അങ്ങ് മുറിച്ച് കളഞ്ഞാൽ മതി. ഒരു 5-6 പ്രാവശ്യം കഴുകി, എണ്ണം കറക്റ്റ് ഓർമ്മയില്ല, പക്ഷെ ഒരു 5-6 പ്രാവശ്യം കഴുകി. പ്രാവശ്യം ഇപ്പോൾ കഴുകി, എന്നിട്ട് കുറച്ച് മൈദമാവ് ഇട്ട് കഴുകുവാണ്. അപ്പോൾ ആ ചിക്കൻ്റെ ഉലുമ്പും ഒക്കെ അങ്ങ് മാറും, നല്ലതുപോലെ ഫ്രഷായിട്ട് കിട്ടും. കണ്ടോ, അപ്പോൾ ഒന്ന് വെളുത്തത് കണ്ടോ, നേരത്തേനെയും കാട്ടി. ചിക്കൻ ഫേഷ്യൽ ചെയ്തെടുത്ത പോലെ കണ്ടോ. മൈദ ഇട്ട് കഴിയതിന് ശേഷം പിന്നെ ഒന്നുകൂടെ എടുത്തിട്ടപ്പോൾ ഈ കളർ വന്നു. പിന്നെ ആ പൊടിയുടെ കളറാണത്. അതിലോട്ട് നമ്മൾ കുറച്ച് വിനാഗർ ഒഴിക്കുകയാണ്. വിനാഗിരി കുറച്ച് ഒഴിച്ചു. ഇനി അതവിടെ കിടക്കട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒളിച്ച് വാരണം. കഴുകി നമ്മളിതൊന്നും നോക്കാതെയാണ് ഹോട്ടൽസിൽ നിന്നൊക്കെ ആഹാരം, അതായത് ഹോട്ടൽസിൽ നിന്നൊക്കെ ചിക്കൻ കഴിക്കുന്നത്. ഇത്രത്തോളമൊക്കെ കഴുകുകയൊന്നുമില്ല. ഉണ്ടോ ചിക്കൻ്റെ മാറ്റം കണ്ടോ? നേരത്തെ കണ്ട ചിക്കനേ അല്ല, കണ്ടോ. അപ്പോൾ സായിപ്പും കുഞ്ഞുങ്ങളെ പോലെ കണ്ടോ. ഇതിൽ ആ റെഡ് കളർ വെള്ളത്തിൽ വന്നിട്ടുമുണ്ട്. കണ്ടോ, നമ്മൾ എത്ര പ്രാവശ്യം, ഞാൻ 10 പ്രാവശ്യമൊക്കെ കഴിയതാണ്. കണ്ടോ, ആ റെഡ് കളർ വന്നിട്ടുണ്ട്. കണ്ടോ. ഇനി ഇത് ഫൈനലാണ്, ഫൈനൽ വാഷിങ്ങാണ്. അതിനി എന്തോ ചെയ്യുമെന്നാണ് നോക്കണം. പിന്നെ നമ്മൾ ഒഴിച്ചു ഒന്നുകൂടെ കഴുകാനാണ്. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഉണ്ട്. ഈ കഴുകൽ ഫൈനലാണ്. ഇതിപ്പോൾ ചിക്കൻ എത്ര കിടന്നിരുന്നാലും നമുക്ക് ഈ ഒരു ബ്ലഡ് ഇറങ്ങി വരും. കാരണം നമ്മൾ ഫ്രഷാണല്ലോ, ഈ ഫ്രീസറിലിരുന്നതല്ലല്ലോ, കണ്ടിച്ച് വാങ്ങിച്ചുകൊണ്ട് വരുന്നതല്ലേ.
ഇത് കാണിച്ചുകൊണ്ട് മറ്റേതിൽ നിന്ന് കളറൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കാൻ പോവാണ്. അപ്പോഴത്തേക്കും നമുക്ക് സവാള അരിയാം, ബാക്കിയുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാം. ആദ്യം ഒരു സൈഡ് ഇങ്ങനെ മാറ്റി വെക്കണം. ഇപ്പം വെള്ളം ഒരുവിധം ക്ലിയറായി, ഒരുവിധമല്ല നല്ലപോലെ ക്ലിയറായി. ഇനിയിപ്പോൾ അത് അടുത്തൊരു വാഷ് വേണ്ട, ഇത് ഫൈനലാണ്. കണ്ട വെള്ളം നിൻ്റെ തെളിതാണ് എടുക്കണം, തെളിഞ്ഞ വെള്ളം കണ്ട. ഇതിലോട്ട് നമ്മൾ നാരങ്ങ, ഇത് ഞാൻ ചിക്കനും മീനും മാത്രം എടുക്കുന്ന വിച്ചാത്തിയാണ്. ഞാൻ വേറെ ഒന്നും ചെയ്യത്തില്ല, പച്ചക്കറിയൊന്നും അരിയാൻ എടുക്കത്തില്ല. അത് വലിയൊരു പീസ് നാരങ്ങ എടുത്തിട്ട് ഇതേ കണ്ട. ഇനി ഇതിവിടെ ഇങ്ങനെ ഇരിക്കും. നമ്മളിനി ചിക്കൻ എടുക്കാൻ നേരത്ത് മാത്രം ഇത് കഴുകി വാരിയാൽ മതി. അത്രയും നേരം ഇത് ഇങ്ങനെ ഇരിക്കും. ഇതുകൂടെ ഇതിനകത്ത് കിടക്കട്ടെ. ഇനിയിപ്പോൾ ഒരു ഉലുമിൻ്റെ മണമോ ഒന്നും വരത്തില്ല. ഇങ്ങനെ ചിക്കൻ കഴുകണം.